വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും SMECTയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് സെപ്റ്റംബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മിഥുനൻ രാശിയിൽ വ്യാഴവും, കർക്കടക രാശിയിൽ ശുക്രനും, ചിങ്ങം രാശിയിൽ സൂര്യനും, ബുധൻ, കേതു എന്നീ ഗ്രഹങ്ങളും, കന്നിയിൽ കുജനും, വൃശ്ചികത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും. ചന്ദ്രനാണെങ്കിൽ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മകരം രാശിയിലുള്ള ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും, അതേപോലെ തന്നെ മകരലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ സൂര്യൻ്റെ ദശ നടക്കുന്നവർക്കും, ചന്ദ്രൻ്റെ ദശ നടക്കുന്നവർക്കും, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ തൃതീയ ഭാവസ്ഥിതി പരിശ്രമങ്ങളിലൊക്കെ ഒരു മന്ദത ഉണ്ടാകും. ന്യായമായ കാര്യങ്ങൾക്കായിട്ട് മത്സരിക്കും. സത്യസന്ധതയാണ് ഇവരുടെ പ്രധാന മുതൽക്കൂട്ട്. തൊഴിൽപരമായ എല്ലാവിധ മുന്നേറ്റവും കാണുന്നു. മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും. പിന്നെ ബാങ്ക് ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവർക്ക് വിജയത്തിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. പുതിയതായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ജോലി ലഭിക്കും. ജോലിയിൽ ചില പ്രശ്നങ്ങളെയും കഷ്ടതകളെയും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. മാസത്തിൻ്റെ തുടക്കത്തിൽ സർക്കാർ നിമിത്തമോ പിതാവ് നിമിത്തമോ അല്ലെങ്കിൽ പിതൃതുല്യരായവരിൽ നിന്നോ ഒക്കെ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. മറവി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. എപ്പോഴും ലളിതമായി ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പുരാതന വസ്തുക്കളോടൊക്കെ താല്പര്യം വർദ്ധിക്കും. ഏതൊരു കാര്യവും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും. എത്ര കഷ്ടമുള്ള പ്രവൃത്തിയായാലും ശരി, തുടർന്നുള്ള പരിശ്രമത്താൽ അവ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും പ്രധാന ചുമതലകൾ വഹിക്കുവാൻ പല തടസ്സങ്ങളും ഉണ്ടാകുന്നൊരു മാസമാണ്. പരിശ്രമത്തിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടുകയില്ല. മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം പ്രധാന ചുമതലകൾ വഹിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ പരിശ്രമങ്ങളിലും വിജയമുണ്ടാകും. ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. പ്രണയിതാക്കൾക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സൂക്ഷിക്കണം. ഈ മാസം അനുകൂല നിലയിൽ കാണുന്നില്ല.
ദാനധർമ്മ ചിന്തകൾ തീരെ കുറവായിട്ടുള്ളൊരു മാസമാണ്. ദൈവാനുഗ്രഹം തീരെ കുറവായിട്ടാണ് കാണുന്നത്. തൊഴിലിൽ കഠിന അധ്വാനമൊക്കെ വേണ്ടതായിട്ട് വരും. കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കടം മൂലം പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും. മറ്റുള്ളവരുടെ കാര്യത്തിൽ കഴിയുന്നതും ഇടപെടാതിരുന്നാൽ ഒരു പരിധി വരെയൊക്കെ രക്ഷപ്പെടാൻ കഴിയും. ഒരു കാര്യം ചെയ്യണമെങ്കിൽ പലവട്ടം ആലോചിക്കും. പെട്ടെന്നൊന്നും ആരോടും വിശ്വാസം തോന്നുകയില്ല. അതേപോലെ സംസാരിക്കുമ്പോഴും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് സംസാരിക്കും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട്. പിന്നെ സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു. സഹോദരങ്ങൾ ശത്രുക്കളെ പോലെയൊക്കെ പെരുമാറും. സഹോദരങ്ങളുടെ ആരോഗ്യനില അനുകൂല നിലയിൽ കാണുന്നില്ല. അവർക്ക് വീഴ്ച, മുറിവ്, ചതവൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. പ്രത്യേകിച്ച് അവർക്ക് ENT പ്രശ്നം, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മാതാവിനെ പറ്റി പറയുകയാണെങ്കിൽ മാതൃഗുണമുള്ളൊരു മാസം തന്നെയാണ്. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത്. മാതൃബന്ധുക്കളോട് ഒക്കെ നല്ല അടുപ്പമൊക്കെ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള ചില മനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ട യോഗം കാണുന്നുണ്ട്. ഈ രാശി ലഗ്നക്കാരുടെ ആരോഗ്യനില ഒട്ടും തൃപ്തികരമല്ല. പ്രത്യേകിച്ച് ENT പ്രശ്നങ്ങൾ, ഞരമ്പ് സംബന്ധിച്ച പ്രശ്നങ്ങൾ, വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. പിന്നെ കോടതിയിലൊക്കെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം ഒട്ടും അനുകൂലമായി കാണുന്നില്ല. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. ദമ്പതികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു. മാസത്തിൻ്റെ തുടക്കത്തിൽ ഗവൺമെൻറ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. അതേപോലെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഡോക്യുമെൻ്റൊക്കെ നല്ലവണ്ണം പരിശോധിക്കേണ്ട ഒരു മാസമാണ്. ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തേണ്ട ഒരു മാസം തന്നെയാണ്. ദൈവാനുഗ്രഹം തീരെ ഇല്ലാത്തത് കൊണ്ട് ധർമ്മദൈവ പ്രീതി വരുത്തണം. പിതൃഗുണം തീരെ കുറവായിട്ടാണ് കാണുന്നത്. പിതാവിൻ്റെ ആരോഗ്യനിലയും തൃപ്തികരമല്ല. ആശുപത്രി ചെലവിനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിൽപരമായ ചില പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും. പിന്നെ ഉറ്റ മിത്രങ്ങൾ, മൂത്ത സഹോദരങ്ങളൊക്കെ മാസത്തിൻ്റെ ആരംഭത്തിൽ സഹായിക്കും. ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ള യോഗമുള്ളൊരു മാസം തന്നെയാണ്. പൊതുവെ ഈ മാസം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യപരമായി ഒട്ടും അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.